ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മാളൂസ് ട്യൂബ് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പേരക്ക കൊണ്ടൊരു അച്ചാറാണ്. അപ്പോൾ പേരക്ക നമുക്ക് ഇവിടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കണം. ഇവിടെ ഇതാ ഒരു മരം കാണുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പേരക്കയാണ് വേണ്ടത്. പേരക്ക ഉണ്ടായി വരുമ്പോഴുള്ള ആ പിഞ്ച് പേരക്കയാണ് വേണ്ടത്. അധികം അത് മൂപ്പെത്തിയ പേരക്ക അച്ചാറിടാൻ ഭയങ്കര കട്ടിയായിരിക്കും. അതിൻ്റെ കുരുവൊക്കെ അടിച്ചെടുക്കേണ്ടതാണ് നമുക്കിത്. അപ്പോൾ കുഞ്ഞു പേരക്ക ഒന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇതൊരു പഴുത്ത പേരക്കയാണ്. പഴുത്തതല്ല, പഴുത്ത് വരുന്നതേ ഉള്ളൂ. അത് നമുക്ക് അച്ചാറിടാൻ പറ്റൂല. കുഞ്ഞു കുഞ്ഞതാണ് വേണ്ടത്. അപ്പോൾ 2-3 പേരക്ക കൂടി ഞാൻ പറിച്ചെടുക്കുകയാണ്. പേരക്ക വീട്ടിലുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിക്കിളിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വിനിഗറും പിക്കിൾ പൗഡറും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ഓവറായിട്ട് എരിവുള്ള അച്ചാറല്ല ഇത്. കുട്ടികൾക്കും ഒരുപോലെ ഇരുന്ന് കഴിക്കാം. കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചില്ലി പൗഡർ ചേർക്കുന്നില്ല. ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് എരിവ് ഉണ്ടാകുന്നത്. അച്ചാർ പൗഡർ ചേർക്കുന്നില്ല, പച്ചമുളക് ചേർക്കുന്നില്ല. പകരം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ കളറും കിട്ടും, എരിവ് ബാലൻസായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അധികം മൂപ്പെത്താത്ത ഒരു 5 പേരക്ക ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പേരക്ക ആദ്യം തന്നെ നന്നായി കഴുകിയിട്ട് മിക്സിയിലിട്ട് നല്ല തരിതരിയായി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്കയുടെ ആ വലിപ്പത്തിൽ പുളി വേണം. പുളിയുടെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവ വേണം, കറിവേപ്പില വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ ഉപ്പ്, നമ്മൾ പറഞ്ഞ കാശ്മീരി ചില്ലി. ഇത്രയും ഇൻഗ്രീഡിയൻ്റേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നോർമൽ ഓയിൽ വേണമെങ്കിൽ, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിന്ന് പുറത്തുനിന്നാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നന്നായി ചൂടായി വരുന്ന ടൈമിൽ നമ്മുടെ ഈ പേരക്ക അടിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി എല്ലാ വീഡിയോയിലും പറയുന്ന ആ സെയിം കാര്യമാണ് പറയാൻ പോകുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എനിക്കറിയില്ല, ഇതിൻ്റെ രീതികളൊന്നും അറിയില്ല. ഞാൻ തുടക്കക്കാരിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസിലും എൻ്റെ ചാനലിലും ഉണ്ടാകുന്ന കുറവുകളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ മാത്രമേ അതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. പേരക്ക നന്നായിട്ട് റെഡിയായി വന്ന സമയത്ത് ഞാൻ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത പുളി കണ്ടില്ലേ, ആ ഒരു അളവിലാണ് പുളി വേണ്ടത്. ഒരു 5 പേരക്കയ്ക്ക് ആ അളവിൽ പുളി വേണ്ടു. ഇതിൽ പുളി ഇടണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. പിന്നെ പേരക്ക അച്ചാറായതുകൊണ്ട് ഞാൻ പുളി മാറ്റി വെച്ചിട്ട് പുളി വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇനി നമുക്ക് ഉപ്പും മുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും മുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി ഉപ്പും മുളകും ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉലുവയും. അപ്പോൾ അത് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അച്ചാർ ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരിക മാത്രമേ വേണ്ടൂ. ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. ഞാൻ മുന്നേ കാണിക്കാൻ മറന്നുപോയി. പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അച്ചാർ കുറുകി വരുന്ന ടൈമിൽ ആ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പേരയ്ക്ക അച്ചാർ ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you and take care.